ജിയോമെട്രിക്കൽ ഇൻഡിപെൻഡൻസ് ഓഫ് പോയിൻറ്റ്സ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതെന്താ സംഭവം എന്നറിയാം. നമ്മളൊരു 3 പോയിൻ്റ് എടുക്കാം. ആ 3 പോയിൻ്റ് ഒരു ലൈനിൽ വരരുത്. 3 പോയിൻറ്റുകൾ ഒരു ലൈനിൽ വരരുത് എന്ന് വെച്ചാൽ 3 പോയിൻറ്റുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒരു പ്ലെയിനിലോ സ്പേസിലോ ഒക്കെ വരാം, പക്ഷേ ഒരു ലൈനായിട്ട് എനിക്ക് ഇവരെ വരക്കാൻ പറ്റരുത്. അതേപോലെ 4 പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ അവരൊരു പ്ലെയിനിൽ എനിക്ക് വരക്കാൻ പറ്റരുത്. ഓക്കെ, അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു K+1 പോയിൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ അവരൊരു K-1 ഡയമെൻഷനുള്ള ഒരു ഹൈപ്പർ പ്ലെയിനിൽ അവരുണ്ടാവരുത്. ഇപ്പോൾ ഇവിടെ നോക്കിയേ, K+1 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ 3 പോയിൻറ്റ്സ്. ഈ 3 പോയിൻറ്റ്സ് എവിടെ ഉണ്ടാവരുത്? ഒരു 1 ഡയമെൻഷൻ പ്ലെയിനിൽ ഉണ്ടാവരുത്. ഓക്കെ, ഒരു 1 ഡയമെൻഷൻ ലൈനിൽ ഇവരുണ്ടാവരുത്. അതേപോലെ നമ്മൾ 4 പോയിൻറ്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു പ്ലെയിനിൽ ഉണ്ടാവരുത്. അതേപോലെ 5 പോയിൻറ്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു 3 ഡയമെൻഷണൽ സ്പേസിൽ അവരുണ്ടാവരുത്. അങ്ങനെ K+1 പോയിൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ അവർ K-1 ഡയമെൻഷനുള്ള ഒരു സ്പേസിൽ അവരുണ്ടാവരുത്, ഒരു ഹൈപ്പർ പ്ലെയിനിൽ അവരുണ്ടാവരുത്. ഇതിനെയാണ് നമ്മൾ ജോമെട്രിക്കലി ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയാം. ഓക്കെ, അതിൻ്റെ ഡെഫിനിഷനാണിത്. നമ്മൾ എ എന്ന് പറയുന്നൊരു സെറ്റ് എടുക്കുകയാണ്, A0 A1 എക്സെട്ര AK. ഇതിൽ K+1 പോയിൻറ്റ്സ് ഉണ്ട്. അവർ ജോമെട്രിക്കലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ അവിടെയുള്ള ഈ K+1 പോയിൻറ്റ്സുകൾ ഒരു K-1 ഡയമെൻഷനുള്ള ഒരു ഹൈപ്പർ പ്ലെയിനിൽ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് വരരുത്.